വീണ്ടും ജ്വാലയായി ഒരു ഓർമ്മ പുതുക്കൽ. അനന്തന്റെ മരണത്തോടെ സെലീനയെ തറവാട്ടിൽ നിന്നും അടർത്തി മാറ്റുമ്പോൾ സ്നേഹത്തിന്റെ കൈത്താങ്ങുമായി ബോബൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങിക്കൂ. പിന്നെ മോക്ക് വല്യച്ഛനോട് ദേഷ്യമൊന്നും തോന്നരുത്. നിങ്ങൾ ഇവിടുന്ന് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ആ ഗുണമെന്ന് അങ്ങ് കരുതിയാ മതി. മഹിയേട്ടാ, നിർമ്മലടത്തെയും കൂട്ടി വരണം കേട്ടോ. ഞങ്ങളവിടെ ഗംഭീര സദ്യ ഒരുക്കുന്നുണ്ട്. ആ കേശുമാമൻ എല്ലാവരെയും കൂട്ടി വരണം. നമുക്ക് എല്ലാവർക്കും അവിടെ സുഖമായിട്ട് കഴിയാലോ. അനന്തേട്ടൻ ഇപ്പൊ അവിടെ കാത്തിരിക്കാവും. ഞങ്ങൾ ഇറങ്ങുക. നേരെ ഇപ്പൊ തന്നെ സന്ധ്യയില്ലേ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നി തറവാട്ട് കുറ്റത്ത് കാലുകുത്താൻ? ഇനി മനസ്സിലായില്ലേ അച്ഛന്? പോകാൻ പറഞ്ഞപ്പോ കൂസലില്ല എന്നതിന്റെ അർത്ഥം ഇപ്പൊ പിടികിട്ടിയില്ലേ? ഈ തറവാടിന്റെ ശത്രുക്കളെ ഇവള് കൂട്ടുപിടിച്ചിരിക്കുന്നത്. നിന്നെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചേ? ഞാൻ വിളിച്ചു വരുത്തിയതാ ബോബനെ. തെങ്ങും പൂട്ടി ഫിലിപ്പോസ് ആരാണെന്നറിയോ നിനക്ക്? ഈ തറവാടിന്റെ പരമശത്രു. ആ ശത്രുവിന്റെ മോനായിപ്പ നീരേറ്റുമുറ്റത്ത് നിൽക്കുന്നത്. നിന്റെ അച്ഛനെ കൊല്ലുന്നവരെ ബീമ്പിളക്കിയവനാ ഇവന്റെ നന്ദ. അത് നിനക്കറിയാവോ? വലിച്ച എന്റെ ഡാഡിയെ കൊന്നത് ആരായിരുന്നാലും ഞാൻ കണ്ടുപിടിച്ചോളാം. മമ്മി വാ. എന്താ വരുന്നേ? അയ്യോ ബോബൻ എങ്ങോട്ടാ? മമ്മി വരൂ. പോണ്ട, എനിക്ക് പോണ്ട. അയ്യോ ഇങ്ങോട്ടാ മമ്മി. കൃഷ്ണമാമ കണ്ടല്ലോ, എനിക്ക് പോണ്ട. എല്ലാരും കണ്ടല്ലോ. അല്ല, ഇത് എത്ര കാലമായി ഈ രഹസ്യബന്ധം തുടങ്ങിയിട്ട്? പ്രതികാരദാഹവും നെഞ്ചിലേറ്റി നടക്കുന്ന ഫിലിപ്പോസിന് മുന്നിൽ സെലീനയുടെയും ബോബന്റെയും പ്രണയം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നു. എന്താ ഈ കാണിക്കുന്നേ? അമ്മച്ചിയെ തല്ലണ്ട. ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ഞാനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. ഓ, നീയായിരുന്നോ? എന്നാ പിന്നെ അമ്മച്ചിയും പൊന്നുമോനും കൂടി ഇവരെ അങ്ങ് സൽക്കരിച്ചോ? കൊണ്ട തെണ്ടികളെയൊക്കെ വിളിച്ച് കേട്ടിരിക്കുന്നു. അപ്പച്ച അനാവശ്യം പറയരുത്. പറഞ്ഞാ നീ എന്ത് ചെയ്യോടാ? അപ്പച്ച ഇന്നൊരു രാത്രി കഴിയാൻ വേണ്ടി മാത്രമാ. മിണ്ടിപ്പോകരുത്. നീരേറ്റ് അനന്തന്റെ ഭാര്യയും മോളുമായിട്ട് നിനക്കെന്താടാ ബന്ധം? അവരെ എന്റെ വീട്ടിനകത്ത് കയറ്റാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നേ? ഇറക്കി വിടവരെ. അപ്പച്ച ഈ രാത്രിയില് നാളെ രാവിലെ അവര് പൊയ്ക്കോളൂ. അപ്പൊ ഞാൻ ചവിട്ടി ഇറക്കണമായിരിക്കും. ഇറങ്ങി പോടി. ഞങ്ങൾ പൊയ്ക്കോളാം. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. വാ മമ്മി. കോൾ ദ പോലീസ്. സെലീന നിൽക്കേ. എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ ഇവര് നാളെ പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവരുടെ കൂടെ ഞാനും ഇറങ്ങും. എടി എന്നമ്മേ, എന്റെ മോൻ എന്നെ ഭീഷണിപ്പെടുത്തുക. ചെന്നാട്ടെ, എന്റെ മോനും കൂടി ചെന്നാട്ടെ. ഇറങ്ങി പോടാ, ഇറങ്ങട്ടവനെ. ഇറങ്ങി പോകാൻ. മിണ്ടരുത്. കേറി പോടിയകത്ത്. ഇല്ലെങ്കിൽ നീ ഇറങ്ങിക്കോണം അവന്റെ കൂടെ. നോക്കി നിൽക്കാതെ ഇറങ്ങി പോടി. സോനയെ ചതിയിലൂടെ ഗർഭിണിയാക്കുന്ന പ്രദീപ് സോനയെ സ്നേഹിക്കുന്നുവെങ്കിലും പ്രദീപിനെ നിഷ്കരുണം പുറന്തള്ളുന്ന സോന. അവൾ പിന്നീട് ശ്യാമുമൊത്തൊരു ജീവിതം തുടങ്ങുന്നു. സോനമോളെ, മരുന്ന് കുത്തിവെച്ച മയക്കത്തില. ഇനി രാവിലെ ഉണരൂ.
ഞാനിവിടെ ഉണ്ടാവും. ഓ ആയിക്കോട്ടെ. അപ്പൊ പിന്നെ ഞാനിനി രാവിലെ വന്നാ മതിയല്ലോ. മതി സോനമോളെ, ഞാൻ നോക്കിക്കോളാം. ഉം. നിങ്ങൾ എന്താ എന്നോട് ചെയ്തേ? പറ, എപ്പോഴും എന്നെ ഇങ്ങനെ ചതിച്ചേ? എന്താ സോന ഇങ്ങനെയൊക്കെ പറയുന്നേ? കല്യാണം കഴിക്കുന്നത് ചതിയാ? എന്നെ ചതിച്ച് ഈ നിലയിലാക്കിയതിനെ പറ്റി ഞാൻ ചോദിച്ചേ. സോന, ഞാൻ നിന്നെ ചതിക്കാനോ? എന്നെ നീ വെറുതെ തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോ ആ മരുന്നിന്റെ ശക്തിയിൽ സോന മറന്നുപോയതായിരിക്കും. എന്താ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം. ആശുപത്രിയില് ഒരുപാട് രാത്രിയിൽ നിനക്ക് കാവൽ നിന്നത് ഞാനാ. അബോധാവസ്ഥയിലായിരുന്നു നിന്നെ ഊണും ഉറക്കം ഉപേക്ഷിച്ചാ ഞാൻ ശുശ്രൂഷിച്ചത്. ചില നേരം പെട്ടെന്ന് ഉണരുന്ന നീ അസുഖമൊക്കെ മാറിയ മട്ടിൽ എന്നോട് പെരുമാറും. അതും എന്നോട് വളരെ ഇഷ്ടമുള്ള മട്ടിൽ. പണ്ട് മുതലേ എന്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു. അതുകൊണ്ട് നീ വച്ച് നീട്ടിയ സ്നേഹം 2 കൈ നീട്ടി ഞാൻ സ്വീകരിച്ചു. ഒരു ദിവസം രാത്രി സോന, സോന നീ തന്നെയാ എന്നെ ആ തെറ്റിന് പ്രേരിപ്പിച്ചത്. ഇല്ല ഇല്ല ഇല്ല, ഇത് കള്ളവാ. ഞാൻ ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളെ വെറുപ്പായിരുന്നു, ഇപ്പോഴും വെറുപ്പാ. I hate you. ചതിച്ചതാ നിങ്ങൾ എന്നെ. സോന, സോന പ്ലീസ്, ഞാൻ തെറ്റുകാരനല്ല. നീയാ എന്നെ. പോ, പോ. എനിക്ക് നിങ്ങളെ കാണണ്ട. സോന, പോവാനാ പറഞ്ഞേ. പോ. നിഴല് പോലെ കൃഷ്ണപിള്ളയോടൊപ്പം കഴിയുന്ന ചിന്നു നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ പ്രതീകമാകുമ്പോൾ അവർ പരസ്പരം താങ്ങും തണലുമായി നീരേറ്റിൽ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ കൂടൊരുക്കുന്നു. നരജാതിയിൽ നിന്നത്രേ പിറന്നീടുന്നു വിപ്രനും പറയൻ താനു മെന്തുള്ള തന്തരമല്ല, അന്തരം. നാക്ക് നല്ലോണം പഠിക്കണം, അപ്പോഴേ അക്ഷരങ്ങൾ വഴങ്ങൂ. പിന്നെ ഞാൻ നാക്കൊക്കെ നല്ലോണം പഠിക്കും. വായിക്കേ. ഇല്ല ജാതിയിൽ ഒന്നുണ്ടോ വല്ലതും ഭേദമോർക്കുകിൽ ചൊല്ലേറും വ്യക്തി ഭാഗത്തിലല്ലേ ഭേദമൊന്നിടൂ. ഇരുന്നീടൂ. ഭേദമിരുന്നീടൂ. ഇതെന്തോന്നാ പാപ്പ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ കുന്തോന്നും പഠിക്കാൻ. കവിത അതിന്റെ ഈണത്തിൽ ചൊല്ലി പഠിക്കണം, അപ്പോഴേ അർത്ഥം വ്യക്തമാകൂ. നരജാതിയിൽ നിന്നത്രേ പിറന്നീടുന്നു വിപ്രനും. എടിമണ്ടി, നമ്മുടെയൊക്കെ ജന്മത്തെക്കുറിച്ചാ ആ കവിതയെ പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ നിന്റെ ജന്മത്തെക്കുറിച്ച് എന്നും പറയാം. അതെങ്ങനെ? അതങ്ങനെയാ. ജാതിയും മതമൊക്കെ അർത്ഥമില്ലാത്തതാണെന്ന് ആ പദ്യത്തിന്റെ അർത്ഥം. ഒരു ജാതിയേ ഉള്ളൂ, അത് മനുഷ്യജാതിയാ. ആ മനുഷ്യജാതിയും തന്നെയാ ബ്രാഹ്മണനും പറയനും ആദിവാസിയും ഒക്കെ ജനിക്കുന്നത്. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് ഓരോരുത്തരുടെ മഹത്വം കൽപ്പിക്കേണ്ടത് എന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. അപ്പോ ഞാനും സോനക്കുഞ്ഞും തമ്മിൽ വ്യത്യാസമില്ലെന്നാണോ അപ്പൻ പറയുന്നേ? കാടിന്റെ നന്മയുമായി കഴിയുന്ന കരുമൻ തന്റെ ജീവിത സഖിയായി ചിന്നുവിനെ സ്വപ്നം കാണുന്നു.
നെഞ്ചിൽ നെരിപ്പോടുമായി കഴിഞ്ഞിരുന്ന കൃഷ്ണപിള്ള ചിന്നുവിൻ്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തുന്നു. 10-20 കൊല്ലം മുമ്പ് അനന്തന്റെ കല്യാണ ദിവസം ഓർമ്മയുണ്ടല്ലോ തനിക്ക്? അതൊക്കെ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ മുതലാളി? അന്ന് സന്ധ്യയ്ക്ക് ഇറങ്ങിപ്പോയ അനന്തനെ മണി 11 കാണാഞ്ഞ് നന്ദിനി വിഷമിച്ചപ്പോ ഒന്ന് അന്വേഷിച്ചു വരാൻ ഞാൻ മഹേശ്വരനെ പറഞ്ഞു വിട്ടു. അതും ഓർമ്മയുണ്ട് മുതലാളി. ആ എസ്റ്റേറ്റിലെ കാവൽ മാടത്തിലെങ്ങാനും അനന്തനുണ്ടോ എന്നന്വേഷിക്കാൻ പുറപ്പെട്ട മഹേശ്വരൻ എത്തിപ്പെട്ടത് നമ്മുടെ ചേന്നന്റെ കുടിലിന്റെ മുമ്പില്. അന്ന് അവിടെ താമസിക്കുന്നത് ചേന്നന്റെ 2ാമത്തെ മകള് പൊന്നി. പൊന്നിയെ തനിക്കറിയാലോ, കാണാൻ സുന്ദരി, കൂടെയുള്ളത് കണ്ണും ചെവിയില്ലാത്ത ആ തള്ളയും. മഹേശ്വരന്റെ ഉള്ളിലുള്ള കള്ള് അവന്റെ മനസ്സിൽ അരുതാത്ര തോന്നിപ്പിച്ചു. അവനെ എതിർക്കാൻ ആ പാവം പെണ്ണിന് പറ്റൂ? അന്ന് ആ ബന്ധത്തിലുണ്ടായ കുഞ്ഞാ നമ്മുടെ ചിന്നു. അതിന്റെ പേരിൽ കുറെ കാലം ഊരുവിലക്കും അനുഭവിച്ചു ആ പെണ്ണ്. എന്നിട്ടും ആരോടും പറഞ്ഞില്ല അവള് ചതച്ചതരാണെന്ന്. പറഞ്ഞിരുന്നെങ്കിൽ മഹേശ്വരന്റെ അവസ്ഥ ഇതാകുമായിരുന്നില്ല. അവസാനം എന്നോട് മാത്രമാ ഈ രഹസ്യം അവൾ കരഞ്ഞു പറഞ്ഞത്. ഉരുളുപൊട്ടലിൽ പൊന്നി പോയി കണ്ണു തെളിയാത്ത ആ കുഞ്ഞിനെ കരുമന്റെ അമ്മയുടെ കയ്യിൽ വളർത്താൻ ഏൽപ്പിച്ചത് ഞാനാ. അവളെ വേറെ ആര് വേദനിപ്പിച്ചാലും കേശു അതിന് കൂട്ടിരിക്കരുത്. എന്റെ പേരക്കുഞ്ഞാവള്, എന്റെ ചോര. ഞാൻ അപ്പാപ്പാന്ന് വിളിച്ച് കൂടെ നടന്നത് ശരിക്കും എന്റെ അപ്പാപ്പനെ തന്നെയാ. എന്നിട്ട് അപ്പാപ്പൻ ഇതുവരെ എല്ലാം മറച്ചു വെച്ചു. ഇപ്പൊ എന്തിനാ പറയണ്ടായിരുന്നു? ഒന്നും അറിയണ്ടായിരുന്നു. ഞാനിതൊന്നും അറിയരുതെന്ന അപ്പാപ്പന്റെ ആഗ്രഹം ഇല്ല. ഞാൻ ആരോടും പറയൂല. എന്റെ നെഞ്ചി കിടന്ന് ഒരുക്കിക്കോട്ടെ. ഒന്നാനാം കുന്നത്ത് കുന്നിന്റെ കുന്നത്ത് ഒന്നല്ലോ ചന്ദിരൻ പാലനട്ട്. പാലച്ചീല വന്ന് പൂവന്ന് കാവന്ന് പാലച്ച് പാലുകൊട് കാക്കുയലി. രണ്ടാനാം കുന്നത്ത് കുന്നിന്റെ കുന്നത്ത് രണ്ടല്ലോ ചന്ദിരൻ പാലനട്ട്. പാലച്ചീല വന്ന് പൂവന്ന് കാവന്ന് പാലച്ച് പാലുകൊട് കാക്കുയലി. മൂന്നാനാം കുന്നത്ത് കുന്നിന്റെ കുന്നത്ത് മൂന്നല്ലോ ചന്ദിരൻ പാലനട്ട്. പാലച്ചീല വന്ന് പൂവന്ന് കാവന്ന് പാലച്ച് പാലുകൊട് കാക്കുയലി. അരികിലില്ലേ ഞാനരികിലില്ലേ, അരികിലില്ലേ ഞാനരികിലില്ലേ,
അണയാത്ത ജ്വാലയായി മനസ്സിലില്ലേ അഴലിൻ